നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ പേരന്റിംഗ് സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരൻ. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. പേരന്റിംഗ് സീരീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കാം. അതല്ലാതെ നിങ്ങൾക്ക് സംശയമുള്ളതൊക്കെ നിങ്ങൾക്ക് പേരന്റിംഗ് എക്സ്പെർട്ടിനോട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റിനും ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കുട്ടികൾ പല രീതിയിലുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിട്ട് മാറുന്നതും അവരുടെ ബിഹേവിയേഴ്സ് എല്ലാം അങ്ങനെ മാറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഒരു പേരന്റിങ്ങിലും ഒക്കെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിങ് ഇതിലേക്ക് വരാറുണ്ട്. ശരിയായിട്ടുള്ള രീതിയിലാണോ പേരന്റിങ് നടക്കുന്നത്, കുട്ടികളെ വളർത്തുന്ന രീതികൾ, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ആരാണ് ഒരു പേരന്റ് എന്താണ്, ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പേരന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ദ ഡെവലപ്പർ ഓഫ് എ ലൈഫ്. അതായത് ഒരു പേരന്റ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തെ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ കുഞ്ഞു കുട്ടിയെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഏത് രീതിയിലേക്ക് വരണോ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് പേരന്റിങ് എന്ന് പറയുന്ന ഒരു ചുമതല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബയോളജിക്കൽ പേരന്റ് ഉണ്ട്, നർച്ചറിങ് പേരന്റ് ഉണ്ട്. അപ്പൊ നർച്ചറിങ് പേരന്റ് ആണ് ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബയോളജിക്കൽ പേരന്റിനേക്കാളും കൂടുതൽ. അപ്പോൾ ഒരു പേരന്റ് എന്ന് പറയുന്നത് ഡെവലപ്പർ ഓഫ് ദ ലൈഫാണ്. ഡെവലപ്പർ ഓഫ് എ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട, അത്രയും ഇമ്പോർട്ടൻ്റ് ആയി ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടും ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലും ഒക്കെ ആയിട്ടുള്ള റോൾ ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് പേരന്റിങ് ആണ്, വേറൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ പേരൻസ് പലരും പേരന്റ് എന്താണെന്നറിയാതെയും അല്ലെങ്കിൽ പേരന്റിങ്ങിൽ എനിക്ക് എന്തൊക്കെ കഴിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ചുമതലകളെന്ന് പോലും അറിയാതെയും അതിൻ്റെ നേച്ചർ അങ്ങനെ ഏത് രീതിയിലായിരിക്കണം അതിലൊരു ഒരു പേരന്റിങ് സ്കില്ലും ഇല്ലാതെയാണ് പലരും പേരന്റിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തെന്ന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അവർ പോകുമ്പോഴാണ് അതൊരു കോമൺ ശരികളായിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ ശരിക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും പറ്റാതെ വരുന്നത്. പിന്നെ നമ്മൾ പേരന്റിങ് എന്നുള്ളതിനെ വളരെ ലഘൂകരിച്ച് കാണുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് നമ്മൾ പറയുന്നത്, ഓ പേരന്റ് ഒരു ഫ്രണ്ടാണ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാനല്ല ഏറ്റവും നല്ല നിന്നോട് അടുത്തിരിക്കുന്ന ആൾ, കൂട്ടുകാരി. ഐ മീൻ ദാറ്റ് ഈസ് നോട്ട് വാട്ട് പേരന്റ് ഈസ്. പേരന്റ് എന്ന് പറയുന്നത് അഗെയിൻ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യുന്നു, ഇറ്റ്സ് എ ഡെവലപ്പർ ഓഫ് എ ലൈഫാണ്. അപ്പോൾ ഒരാൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ എൻവയറമെന്റ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളെയും അവർക്കൊരു ഗ്രോ ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റംസും ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ ലൈഫിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ കൊടുത്തിട്ടാണ് നമ്മുടെ പേരൻസ് ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്, ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ. അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് എന്ന് പറയുന്ന പ്രൊവൈഡറാണ്. നമ്മൾ ഹൂസ് എ പേരന്റ് എന്ന് ചോദിച്ചാൽ ചിലർ പറയും പ്രൊവൈഡർ ആണെന്ന് പറയും. അപ്പോൾ പ്രൊവൈഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ഏരിയ തന്നെയാണ് ഒരു പേരന്റിങ്ങിന്. എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവർ പ്രൊവൈഡ് ചെയ്ത് അവരുടെ എല്ലാ നീഡ്സും പ്രൊവൈഡ് ചെയ്യണം. ഫൈനാൻഷ്യൽ നീഡ്സ് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ അവർക്ക് അക്കോമഡേഷൻ, അവരുടെ പഠിത്തത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫുഡ്, അവരുടെ ക്ലോത്തിങ്, അവരുടെ ഹെൽത്ത്, ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യേണ്ട അതാണ് അവരുടെ ലൈഫിൽ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് പേരൻസ് ആണ് കുട്ടികൾക്ക്. കാരണം അവർ വളരെ വൾണറബിൾ ആണ്, വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള ഗൈഡൻസ്, അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട പേരൻസ് ആണ്. എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റി, ഇമോഷണൽ സെക്യൂരിറ്റി, സൈക്കോളജിക്കൽ സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റീസും സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് പേരൻറ്റിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ കെയർ കൊടുക്കുക, ഏറ്റവും നല്ല രീതിയിൽ കെയർ, അതുപോലെ തന്നെ ഹെൽത്ത്, ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് പേരൻസിൻ്റെ ചുമതലയാണ്. അതുപോലെ തന്നെ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ട പേരൻസിൻ്റെ ചുമതലയാണ്. ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, അവരെ മെൻറ്ററിങ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ഒരു പേരന്റ് എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ കടമയാണ്. എന്നാണോ നിങ്ങൾ പേരന്റ് ആകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇതെല്ലാം നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കടമകളാണ് ഇതെല്ലാം. അതല്ലാതെ ഒരു പേരന്റ് ആകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്കൊരു കുട്ടി ഉണ്ടായി അപ്പോൾ അതൊരു ബയോളജിക്കൽ പേരന്റായി നർച്ചർ ചെയ്യുന്നുണ്ടോ കുട്ടി എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു പ്രൊവൈഡറാണ്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം, അവരുടെ സപ്പോർട്ട്, ഗൈഡൻസ്, കെയർ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. വെൻ യു ആർ ഡെവലപ്പിംഗ് ദ ചൈൽഡ് ടു
ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നത്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഓരോ യുണീക്ക് DNA ആണ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. യുണീക്ക് ട്രെയ്റ്റ്സ്, യുണീക്ക് എബിലിറ്റീസ്, യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, യുണീക്ക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഒരേപോലെ എനിക്ക് ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരന്റിനും അത് ശരിയായി വരത്തില്ല. നമ്മൾ വീടുകൾ പണിയുന്ന പോലെ ഓരോ വീടുകളും അതിൻ്റെ ഉടമസ്ഥൻ്റെ രീതിക്കനുസരിച്ചും ആ ഒരു ലാൻഡിൻ്റെ ഷേപ്പ് അനുസരിച്ചും ലാൻഡിൻ്റെ നേച്ചർ അനുസരിച്ചും ഒക്കെയാണ് നമ്മൾ പണിയുക, അല്ലേ? ചിലതിന് മൾട്ടി സ്റ്റോറീസ് പണിയാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ മൾട്ടി സ്റ്റോറീസ് പണിയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി, ഒരു പേരൻ്റ് ഒരു കുട്ടിയെ അറിയുക, നോ യുവർ ചൈൽഡ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ആ കുട്ടിയുടെ ഫിസിക്കൽ കപ്പാസിറ്റി, അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള സ്കില്ലുകളുണ്ടെങ്കിൽ ആ വേരിയസ്, നമ്മൾ പറയും ആർട്ടിസ്റ്റിക് കേപ്പബിലിറ്റീസ്, അങ്ങനെ പല രീതിയിലുള്ള കേപ്പബിലിറ്റീസും നോൺ കേപ്പബിലിറ്റീസും നമ്മൾ ക്ലിയർ ആയിട്ട് കുട്ടിയുടെ അറിയണം. ഓരോ ട്രെയ്റ്റ്സും, ഓരോ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും, ടെൻഡൻസി ടുവേർഡ്സ് ആൻഡ് ഡീവിയൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, പെർട്ടിക്കുലർ സിംറ്റംസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ബിഹേവിയർ കാണുമ്പോൾ വൈ ദ ചൈൽഡ് ഈസ് ഷോവിങ് ദാറ്റ് പെർട്ടിക്കുലർ ബിഹേവിയർ, ഇതൊക്കെ പേരന്റ് വളരെ നല്ല രീതിയിൽ നോക്കി അതിനെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല കുട്ടിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനകത്ത് പേരന്റ് എന്ന് പറയുന്ന ആൾ ഡിസൈനറാണ്, ഡിസൈനർ ഓഫ് ദ ലൈഫാണ് ആ കുട്ടിയുടെ. പേരന്റൽ ഡിസൈനിങ്ങിൽ നിന്നാണ് ആ കുട്ടി ഏറ്റവും നല്ല ഡിസൈൻ അതിൻ്റെ ലൈഫിലേക്ക്, ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ദ ഫസ്റ്റ് ഡിസൈൻ കുട്ടി ഫോം ചെയ്യുന്നത് വീട്ടിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മളുടെ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരിൽ നിന്ന്, നമ്മുടെ ഗുരൂസ് അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഈ കുട്ടി ഈ ഡിസൈൻ ഫോം ചെയ്യും. ഫസ്റ്റ് ഡിസൈൻ ഫോം ചെയ്യുന്നത് 8 വയസ്സിൽ കംപ്ലീറ്റ് ആവും. ഒരു 6 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ അവൻ്റെ പേരൻറ്റിങ് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ഒരു 6 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഡിസൈൻ ഒന്നിതായി, പിന്നെ ഡിസൈൻ കൺഫർമേഷൻ ഒരു 8 വയസ്സൊക്കെ 8-9 വയസ്സാകുമ്പോൾ തന്നെ നടക്കും. അതുകൊണ്ടാണ് ബൈബിൾ പോലും പറയുന്നത് 9 വയസ്സിന് ശേഷം കുട്ടിയെ അടിച്ചിട്ടോ ശിക്ഷിച്ചിട്ടോ കാര്യമില്ല, അതിന് മുമ്പ് ചെയ്യണം കറക്ഷൻസ് എല്ലാം എന്ന്. അതിനുശേഷം കുട്ടി പതുക്കെ ഇത് ഒന്ന് ചെയ്തു നോക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ പഠിച്ച കാര്യം, അവനിൽ ഡിസൈൻ വന്ന കാര്യങ്ങൾ അവൻ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ആ കൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട പേരൻ്റാണ്. അപ്പോൾ ഒരു ഡിസൈനർ കഴിഞ്ഞിട്ട് ഒരു ബിൽഡർ എന്ന രീതിയിലേക്കും ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ബിൽഡർ എന്ന രീതിയിലേക്കും പേരന്റ് മാറുന്നു. അപ്പം ആ ബിൽഡർ എന്ന രീതിയിലേക്ക് പേരന്റ് മാറുമ്പോൾ നമ്മൾ കൊടുത്ത ഡിസൈനെ കുട്ടിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. ദാറ്റ് ഈസ് വൺ തിങ് കംപ്ലീറ്റ്ലി ഷുവർ ആണ്. അത് പേരന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ഡിസൈൻ ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ ഇങ്ങനെ പറയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയാണ് പോകേണ്ടത്. ചില കുട്ടികൾ നമ്മൾ പറയുന്ന രീതിക്ക് പോകും, ചിലത് ഓപ്പോസിറ്റിന് പോകും. പല രീതിയിലുള്ള ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയ നല്ല ഡിസൈൻ കൊടുത്തു കഴിയുമ്പോൾ ഈ കുട്ടി ജീവിക്കാൻ തുടങ്ങുകയാണ്. ഒരു 8 വയസ്സ് മുതൽ അവൻ അവൻ്റെതായ രീതിയിൽ അവൻ ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കണം. വി ഷുഡ് ബി എ വെരി ഗുഡ് ഒബ്സർവൻ്റ് ആൻഡ് അനലൈസർ. നമ്മളിങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കണം, ഇതെന്താ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ അല്ലല്ലോ വരണ്ടേ, ഇങ്ങനെ ഈ രീതിക്കല്ലേ വരണ്ടേ എന്നുള്ളത് നോക്കിയിട്ട് യു നീഡ് ടു ബി എ വെരി ഗുഡ് ഇവാലുവേറ്റർ. അപ്പോൾ ഒരു പേരന്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഇവാലുവേറ്റർ ആകണം എൻ്റെ കുട്ടി. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കൾച്ചറലി, റിലീജിയസ്ലി, സോഷ്യലി പല കാര്യങ്ങളിലേക്കെല്ലാം നോക്കിക്കൊണ്ട് ദ ബെസ്റ്റ് വേ പോസിബിൾ. ഇപ്പോഴാണെങ്കിൽ ഒരു ഗ്ലോബലൈസ്ഡ് സിറ്റിസൺ എന്നുള്ള രീതിയിലേക്കാണ് നമ്മളെല്ലാം വളർന്നു വരുന്നത്. എല്ലാ ലോകത്തിലെ എല്ലായിടങ്ങളിലും എല്ലാ മനുഷ്യരുമായിട്ട് ഇന്ററാക്ഷൻസ് ഒക്കെ പോസിബിൾ ആകുന്ന ഒരു സമയത്ത് ആ രീതിക്കുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ നോക്കണം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇസ് മൈ ചൈൽഡ് ഈസ് ഗോയിങ് ടു ഫ്യൂച്ചറിസ്റ്റിക് ലൈഫിലേക്കാണ് നോക്കുന്നത്. മൈ ചൈൽഡ് ഈസ് ഗോയിങ് ടു സർവൈവ് ഇൻ ദി ഫ്യൂച്ചർ ലൈഫിൽ. അതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ബിഹേവിയേഴ്സിന്റെ ചേഞ്ചസും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഈ സിറ്റുവേഷനിൽ ഈ ബിഹേവിയർ പറ്റത്തില്ല, ഈ സിറ്റുവേഷനിൽ ഈ ആറ്റിറ്റ്യൂഡ് പറ്റത്തില്ല, യു ആർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ, ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, സോ യു നീഡ് ടു ബി ലൈക്ക് ദിസ് എന്നുള്ളത് ഇവരെ കൊണ്ട് പറഞ്ഞു കൊടുപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ ലൈഫിനകത്ത് ഓരോ സാഹചര്യങ്ങളും ഓരോ സമയങ്ങളും ചേഞ്ച് ആകുന്നതനുസരിച്ച് ചുറ്റുപാടുകളുടെ ചേഞ്ച് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാണ്. അപ്പം നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ ഉള്ള നമ്മുടെ ഇതൊരു ഹാർഡ്വെയർ ആണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പാരന്റിങ് വീഡിയോയിൽ. വി ഹാവ് എ ഹാർഡ്വെയർ വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഗോഡ് ബട്ട് ദ സോഫ്റ്റ്വെയർ ഇസ് പുട്ട് ബൈ us. അപ്പം ഓരോ പ്രാവശ്യവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇടുക. അത് ഇവാലുവേഷനിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്ഗ്രേഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, വൈറസ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുക, സോ ദാറ്റ് നത്തിങ് ഈസ്
കണ്ടാമിനേറ്റഡ് ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു മൈ ചൈൽഡ്സ് മൈൻഡ്. ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിരിക്കണം. പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്നവരായിരിക്കണം. തിങ്ക് അബൌട്ട്, നമ്മൾ ഇന്ന് 5G ഒക്കെ കഴിഞ്ഞ് 6Gയിലേക്കൊക്കെ കയറുന്ന ഒരു സമയത്തേക്ക് വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ 2Gയിലെ ഒരു മൊബൈലും സിസ്റ്റവും ഒക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് എൻ എറർ. ഇറ്റ് വോണ്ട് ഫങ്ഷൻ ഇൻ ദ ഫാസ്റ്റസ്റ്റ് വേ. അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് പല പല എന്താ പറയുക പ്രോഗ്രാംസും വർക്ക് ചെയ്യാതെയും സ്ലോ ആയിട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ 5G ആകുമ്പോൾ ആ രീതിയിലുള്ള അപ്ഗ്രഡേഷൻ നമ്മളിൽ പോസിബിൾ ആകണം. അത് കണ്ടിട്ടായിരിക്കണം കുട്ടികളും അതനുസരിച്ച് വരുന്നത്. അപ്പം അതല്ലാതെ ഞാൻ സ്റ്റക്കായിരുന്നു കഴിഞ്ഞാൽ സംഗതി നടക്കില്ല. അപ്പോൾ പേരൻസ് പോലും അവരും ഗ്രോവിങ് പേരൻ്റ് ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മളെയും ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കുട്ടികളെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ പേരൻ്റ് ഈ കാര്യങ്ങളെല്ലാം അവരുടെ ബിഹേവിയേഴ്സിലൊക്കെ നോക്കി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ്റെ കൂടെ ആ ഇവാലുവേറ്റ് ചെയ്ത കാര്യങ്ങളെ നോക്കിയിട്ട് ഒരു മോഡിഫയറും ആകണം. ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ആ ബിഹേവിയറിൻ്റെ മോഡിഫയറും ഒരു പേരൻ്റ് ആകണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടാവും. പല പേരൻസും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് എന്നോടല്ല പറയാൻ താല്പര്യം, ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ്. ഈ രീതിയിലുള്ളൊരു പേരൻ്റ് അടുത്ത് മാത്രമേ കുട്ടി വരത്തുള്ളൂ. കുട്ടികളിരുന്ന് സംസാരിക്കാനായിട്ട് അവരാഗ്രഹിക്കത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ അവരവരുടെ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ ഒത്തൻറ്റിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ ആ അഡ്വാൻസ്ഡ് വേയിൽ 2Gയിലിരിക്കാതെ 5Gയിലേക്ക് തന്നെ വന്നുകൊണ്ട് കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഏത് രീതിയിൽ കാര്യങ്ങളെ പോയാൽ അവർ പറയണം, സി യു നീഡ് ടു അപ്ഗ്രേഡ്, യു നീഡ് ടു തിങ്ക് ഇൻ ദിസ് വേ, തിങ്ക് അബൌട്ട് ദാറ്റ്. ഇന്നിപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ കരിയറൊക്കെ ഗൈഡൻസ് കൊടുക്കുന്ന ആളാണ്. കരിയറിൽ ഞാൻ കുട്ടികളോട് പറയുന്നത് അതിനേക്കിൽ എവിടെ ഞാൻ പറയും, യു നീഡ് ടു ബീറ്റ് AI. നിങ്ങളുടെ കോമ്പറ്റീഷൻ മനുഷ്യരുമായിട്ടല്ല, നിങ്ങളുടെ കോമ്പറ്റീഷൻ മെഷീൻസുമായിട്ടാണ്. അപ്പോൾ AI കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിന്റെ തല ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വേണം നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന പേരൻസിൻ്റെ അടുത്ത് കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങും. They just say, wow, that is something great, we can discuss, we can understand. Because കുട്ടികൾക്ക് പേരന്റ് ജീവിച്ച കാലഘട്ടത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ഹാവ് നോട്ട് സീൻ ഇറ്റ്. അവർക്കത് വരാൻ പറ്റത്തില്ല. പക്ഷെ പേരന്റിന് ഓൾവേസ് ദേ കൻ കം ടു ദിസ് ചൈൽഡ്സ് ജനറേഷൻ. ചൈൽഡിന്റെ ആ ടൈമിൽ ജീവിക്കാൻ പേരൻസിന് പറ്റും. കാരണം അവർ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നിട്ട് അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ അക്നോളജ് ചെയ്യാനും അതിനെ ഒന്ന് കാണാനുമുള്ള മനസ്സുണ്ടാക്കിയാൽ മതി. കാരണം പേരൻസ് ആണ് എല്ലാ ജനറേഷനും അല്ലെ എല്ലാ ടൈം പീരീഡിലൂടെ കടന്നു വരുന്നത്. കുട്ടിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം ദിസ് ചൈൽഡ് കനോട്ട് ഗോ ആൻഡ് ലിവ് ഇൻ ദാറ്റ് ടൈം. So what we need to do is we need to understand it and blend the right learning. പണ്ടുള്ളതും ഇപ്പോഴുള്ളതും വാല്യൂ സിസ്റ്റംസ് ഒക്കെ ലൈഫ് ലോങ് ഉള്ളതാണ്. അതിൻ്റെ റൈറ്റ് വാല്യൂ സിസ്റ്റംസ് എടുത്തുകൊണ്ട് ഈ രീതിയിൽ ഒരു ജീവിതത്തെ ഡിസൈൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒരു പേരൻറ്റിന് പറ്റണം. ആൻഡ് പേരൻറ്റ് നീഡ്സ് ടു ബി എ പ്രൊവൈഡർ ഓഫ് എവറിത്തിങ് ടു ദ ചൈൽഡ്. ആൻഡ് അങ്ങനെ വരുന്ന ഒരു പേരൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് നല്ലൊരു പേരൻ്റ് ആണ് എന്ന്. കാരണം the parent is the developer of a life. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പേരൻറ്റിങ് എന്താണെന്നും ഏതാണെന്നും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ കുട്ടികളെ കറക്റ്റായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, നോ പറയാൻ പഠിപ്പിക്കുക. എപ്പോഴും അബ്യൂസ് ഫ്രീ ലൈഫായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കേണ്ടത്, നമ്മളും പഠിക്കേണ്ടത് ലിവ് ലെറ്റ് ലിവ് എന്നുള്ളൊരു പോളിസി ആയിരിക്കണം. നമ്മൾ പറയത്തില്ലേ, എല്ലാവരും നന്നായിരിക്കുക, ഞാനും നന്നായിട്ട് ജീവിക്കുന്നു, നിങ്ങളും നന്നായിട്ട് ജീവിക്കുക, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ള രീതിയിലുള്ള പ്രിൻസിപ്പിളിൽ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരുവിധ ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫ് അത് വീട്ടിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻട്രാക്ഷൻസും കുട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിലും പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലും അത് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.